പെട്ടെന്നായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ ഫെബ്രുവരി സീഷേഴ്സ് ഉണ്ടാവുന്നത് വീടുകളിൽ അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി കുഞ്ഞിനൊരു ജന്നി വരികയാണെങ്കിൽ, ജന്നിയാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ചിലപ്പോൾ കുട്ടി തുറിച്ചു നോക്കാം, ഒരു ഭാഗത്തേക്ക് കണ്ണു പോകാം, അല്ലെങ്കിൽ ചുണ്ടോ വായോ ഒരു സൈഡിലേക്ക് കോടിപ്പോകുന്ന രീതിയിലുണ്ടാവാം. കൈകൾക്കോ കാലുകൾക്കോ അബ്നോർമൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതായത് വെട്ടൽ പോലെയോ മറ്റോ കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെട്ടേക്കാം, വായിൽ നിന്ന് നുരയും പതയും വരാം. അതുപോലെ കുഞ്ഞറിയാതെ തന്നെ മലമൂത്ര വിസർജനം നടത്താനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരു നിരപ്പായ പ്രതലത്തിൽ കിടത്തുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം കുഞ്ഞിന് വളരെ ഇറുകിയതായിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ശ്രദ്ധിക്കണം. കിടത്തുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തണം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജന്നി വരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വായിലുണ്ടാവുന്ന സ്രവങ്ങളും അതുപോലെ തന്നെ ഉമിനീരും ഒന്നും ഇറക്കാനുള്ള ശക്തി കുഞ്ഞിനുണ്ടാവില്ല. അതുകൊണ്ട് അത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോകാതിരിക്കാനും ഭാവിയിലൊരു ന്യൂമോണിയ വരാതിരിക്കാനുമാണ് നമ്മൾ ചിരിച്ചു കിടത്തുന്നത്. പിന്നെ കഴിയുമെങ്കിൽ ആ ജന്നിയുടെ എപ്പിസോഡ് നമുക്കൊരു വീഡിയോ പകർത്താം. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മൊബൈലിൽ അതിൻ്റെ വീഡിയോ പകർത്താം, ഡോക്ടറിനെ കാണിക്കാം. 5 മിനിറ്റിൽ കൂടുതൽ ഈ ജന്നി നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എല്ലാവരും ആദ്യമായി ചെയ്യുന്ന ജന്നി കണ്ടാൽ ഉടനെ കുഞ്ഞിനെ പേടിച്ച് തോളിലേക്ക് വാരി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഈ സ്രവങ്ങൾ കുഞ്ഞിന് ആസ്പിറേറ്റ് ചെയ്യാനും പിന്നീട് അത് ന്യൂമോണിയ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്.